ഇന്നലെ നമ്മൾ വീട് വെച്ചുണ്ടാക്കിയ ഒരു ക്യാൻഡിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതിന്റെ മുകളിൽ ഒരു മേൽക്കൂര നമ്മൾ പണിതിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ അത് വലിപ്പില്ലാണ്ടായപ്പോൾ ഒഴിവാക്കി. അപ്പോൾ ആ മേൽക്കൂരന്റെ പീസാണ് ഈ കാണുന്നത്. ഇത് വെറുതെ കളയാൻ എനിക്ക് തോന്നിയില്ല. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ക്യാൻവാസ് പോലെയാണ് ഫീൽ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു ടെക്സ്ചർ ആർട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ടെക്സ്ചർ ആർട്ട് ഞാൻ കുറേ മുന്നേ പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ അത് ബ്ലൂവും വൈറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വെറൈറ്റിക്ക് പിങ്കും വൈറ്റ് ആക്കാം. നമ്മളിന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ടെക്സ്ചർ ആർട്ട് ചെയ്യാൻ പോകുന്നത്. കുറേ കാലമായി വിചാരിക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ ചെയ്യാട്ടോ. കുറച്ചും കൂടെ വലിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സാധാരണ നമുക്ക് നീലാകാശമാണ് ഉണ്ടാകാറ്, പക്ഷേ ഇന്ന് നമ്മളൊരു പിങ്ക് ആകാശാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആരാണ് ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തതല്ലേ. ഇന്നത് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലാസ്റ്റിലേക്ക് ആകുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഇപ്പം തന്നെ പറഞ്ഞത്. ശരിക്കും നമ്മുടെ ആകാശം നീലയാണെങ്കിലും പിങ്ക് അടിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഭംഗി തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മേഘമൊക്കെ അടിപൊളിയായി ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ചന്ദ്രനെ അത്ര അങ്ങോട്ട് അടിപൊളിയാക്കാൻ പറ്റിയില്ല. ഞാൻ പറ്റാവുന്ന പോലൊക്കെ എങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പെയിന്റിന്റെയും ടെക്സ്ചർ ആർട്ടൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെയിന്റ് സ്പ്രെഡും കൂടെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ ടെക്സ്ചർ ആർട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡും കൂടെ വേണ്ടേ. അപ്പോൾ അതിന്റെ വീഡിയോ കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റിക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നില്ലേ. പക്ഷെ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് അല്ല, ഇത് നമ്മുടെ സ്പൂൺ കട്ട് ചെയ്തതിന്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് എന്തായാലും വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാന്ന് വെച്ചു. സ്റ്റാൻഡ് നമ്മളൊരു തട്ടിക്കുട്ടൽ സ്റ്റാൻഡാണ്, അത്ര ഭയങ്കരമായിട്ടുള്ള സ്റ്റാൻഡ് ഒന്നല്ല. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ക്യാൻവാസ് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിന്റെ പരിപാടിയും കഴിഞ്ഞതാ നമ്മൾ ക്യാൻവാസ് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം അത് എന്താന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ ഗസ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു ക്യാൻഡിൽ ഹോൾഡർ. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ ഹോൾഡർ ആട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ക്യാൻഡിൽ അത്ര വണ്ണവും തടിയില്ലാത്ത ഒരാളായതുകൊണ്ട് നമ്മുടെ ക്യാൻഡിൽ അതിനകത്ത് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സൈഡിലായിട്ട് ഒരു കുഞ്ഞു കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിറ്റ് ആവാനായിട്ട്. പെൻ ഹോൾഡർ ആണോ ട്രിങ്കർ ഡിഷ് ആണോ എന്നൊക്കെ ഗസ് ചെയ്തവരുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഹോൾഡറിനും ടെക്സ്ചർ ആർട്ടിനും കൂടെ രണ്ടിനും കൂടെ ഒരു ലൈക്ക് നിങ്ങൾ തരൂലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.